ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കാറിൻ്റെ ചക്രത്തിൻ്റെ വ്യാസം 77 സെൻറ്റിമീറ്ററാണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് വ്യാസം 77 സെൻറ്റിമീറ്റർ. വ്യാസം എന്ന് വെച്ചാൽ ഡയമീറ്റർ 77 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒരു ചക്രം ഒരു വട്ടം കറങ്ങുമ്പോൾ അവിടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞത് നമുക്ക് പെരിമീറ്ററിന് ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പരപ്പളവിന് ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് 2πr ആണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് റേഡിയസ് കിട്ടും. റേഡിയസ് എന്ന് പറഞ്ഞത് ഡയമീറ്ററിൻ്റെ ഹാഫാണ്. അപ്പോൾ 77/2 ആണ് റേഡിയസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് എത്ര വട്ടമാണ് കണ്ടുപിടിക്കേണ്ടത്? 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്നാണ്. അപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞത് 2πr × 1000. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ 2 × പൈയുടെ വാല്യൂ എന്താണ്? പൈ എന്ന് പറഞ്ഞത് 22/7 ഇൻറ്റു നമ്മുടെ റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 77/2 ഇൻറ്റു 1000. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2,42,000 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സെൻറ്റിമീറ്ററാണ്. നമ്മുടെ ചോദ്യം എത്ര മീറ്ററാണ്. അപ്പോൾ ഇത് മീറ്റർ എത്രയെന്ന് കണ്ടുപിടിക്കാൻ ഇതിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 2420 മീറ്റർ എന്നാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 2 സംഖ്യകളുടെ ആകെത്തുക 150ഉം ഗുണനഫലം 45ഉം ആണെങ്കിൽ അവയുടെ വ്യുൽക്രമത്തിൻ്റെ തുക എത്രയാണ്? വ്യുൽക്രമം എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ സംഖ്യകൾ നമുക്ക് നേരിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവരെ AB എന്നൊക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2 സംഖ്യയുണ്ട്. ഈ 2 സംഖ്യ നമുക്ക് A ആയിട്ടും B ആയിട്ടും കൺസിഡർ ചെയ്യാം. ഈ 2 സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ സം അത് എന്ന് പറഞ്ഞാൽ 150 അപ്പോൾ A+B വിച്ച് ഈസ് ഈക്വൽ ടു 150. ഇനി അവരുടെ ഗുണനഫലം അതായത് A × B എന്ന് പറഞ്ഞത് 45ഉം ആണെങ്കിൽ അവയുടെ റെസിപ്രോക്കൽ എത്രയാണ്? അപ്പോൾ റെസിപ്രോക്കൽ എന്താണ്? ഈ 2 സംഖ്യകളുടെ 1/Aയും 1/Bയും. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം 1/A + 1/B. ഇനി നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ B+A / AB. B+A എത്രയും നമുക്ക് പറഞ്ഞിട്ടുണ്ട് 150 / AB എന്ന് പറഞ്ഞത് A × B ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 45. നമുക്ക് ആൻസർ എത്ര കിട്ടും? 10/3 എന്ന് കിട്ടും. ചോദ്യം തീർന്നില്ല, ഇതെല്ലാം ഉത്തരം. ഇതിൻ്റെ റെസിപ്രോക്കലിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? 3/10. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 40 ÷ 10 - 4 + 32 ÷ 4 + 10 ÷ 2 - 1 എന്നതിൻ്റെ മൂല്യം എന്താണ്? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് ബോട്ട്മാസ് എന്നൊരു റൂൾ അറിഞ്ഞിരിക്കണം. ബോട്ട്മാസ് റൂൾ എന്തെന്ന് അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് B എന്ന് വെച്ചാൽ ബ്രാക്കറ്റ്, O എന്ന് വെച്ചാൽ ഓർഡർ, D എന്ന് വെച്ചാൽ ഡിവിഷൻ, M എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ, A എന്ന് വെച്ചാൽ അഡിഷൻ, S എന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ റൂള് പ്രകാരം ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഡിവിഷനാണ്. അപ്പം നമ്മൾ ഇതിൽ 10 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 10 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞത് 4 പ്ലസ് എത്രയായിരിക്കും? 10 ഡിവൈഡ് ബൈ 2 5 ആയിരിക്കും. 5 - 1. ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് അഡീഷനാണ്. നമ്മൾ സബ്ട്രാക്ഷനേക്കാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ 4 + 5 എന്ന് പറഞ്ഞത് 9 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 8 ആണ്. ഇപ്പം നമ്മുടെ പുറമേ നമുക്ക് എന്ത് കിട്ടും? 40 ഡിവൈഡഡ് ബൈ 10 - 4 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 8. ഇനി ഇതിൽ നമ്മൾ നെക്സ്റ്റിന് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡിവിഷനാണ്. ഇവിടെ നോക്കൂ, നമുക്ക് 2 ഡിവിഷൻ ഉണ്ട്. 40 ഡിവൈഡഡ് ബൈ 10ഉം
32 ഡിവൈഡ് ബൈ 8. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞ് ആൻസർ 4 ആണ്. 32 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാലും ആൻസർ 4 ആണ്. അപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ എഴുതുക. 4 - 4 പിന്നെ ഈ +4ഉം. അപ്പോൾ +4ഉം -4ഉം ക്യാൻസൽ ചെയ്തപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത് 4 ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ 26/1/2028 ഏത് ദിവസമായിരിക്കും? അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞേക്കാൻ നമുക്ക് എടുത്തേത് 26/1 എന്ന് പറഞ്ഞാൽ ജനുവരി 2025, 26 ജനുവരി 2028. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് തന്നിരിക്കുന്ന തീയതിയും മാസവും ഒന്നാണ്, വർഷങ്ങൾക്ക് മാത്രമാണ് വ്യത്യാസം. അപ്പം ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ തന്നിരിക്കുന്ന വർഷങ്ങളുടെ വ്യത്യാസം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം 2028 - 2025 വ്യത്യാസം എന്ന് പറഞ്ഞത് 3 വർഷമാണ്. ഇനി ഈ 3 വർഷത്തിൽ എത്ര പ്രാവശ്യം ഫെബ്രുവരി 29 വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ തന്നേക്കുന്ന സിറ്റുവേഷനകത്ത് ഫെബ്രുവരി 29 വരുന്നില്ല. അപ്പം അത്തരം വരാത്ത സിറ്റുവേഷനിൽ ഈ പറഞ്ഞേക്കുന്ന വീക്ക് അല്ലെങ്കിൽ ആ ഡേറ്റ് ഞായറാഴ്ച, ആ ഞായറാഴ്ചയുടെ കൂടെ നമ്മൾ ഈ 3 എന്ന് പറഞ്ഞ വ്യത്യാസം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെനസ്ഡേ അല്ലെങ്കിൽ ബുധനാഴ്ച കിട്ടും. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത്. ഇനി ഇൻ കേസ് ഈ ഫെബ്രുവരി 29 ഈ ഒരു 3 വർഷ ഗ്യാപ്പിനുള്ളിൽ വരുവാണെങ്കിൽ നമ്മൾ ആ ഫെബ്രുവരി 29 എത്ര വട്ടം വരുന്നോ ആ അത്രയും എണ്ണം വർഷങ്ങളുടെ വ്യത്യാസത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യ 12% കൊണ്ട് കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ ആ സംഖ്യ ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സംഖ്യയെ നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ എക്സ് എന്ന് പറഞ്ഞ സംഖ്യ വിച്ച് ഈസ് ഈക്വൽ ടു 100% ആണ്. അതിൽ നിന്നും അതിൻ്റെ 12% കുറച്ചു. അതിൻ്റെ 12% കുറച്ചു എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? അതിൻ്റെ ബാക്കി എത്രയാണ്? 100ൽ നിന്നും 12% കുറച്ചാൽ എത്രയാണ്? 88%. അതിൻ്റെ 88% വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 1760 എന്നത്. അപ്പോൾ ആ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഫോമുലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുമ്പം എക്സ് ഇൻറ്റു 88/100, അതായത് 88% എന്ന് പറഞ്ഞാണ് 1760. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 1760 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 88. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 20. നമ്മുടെ സംഖ്യ എത്രയാണ്? 2000 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത്. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഡൗട്ടുണ്ട്, ഒരു ഭാഗം കൂടുതൽ കൂടി വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനി ചെയ്യാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.